ശരിക്കും രാഹുലിൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഡോക്ടർ നിയാസ. കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആഷിക്ക നീ കേൾക്കേണ്ട കുറച്ച് കഥകളുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതെന്താ കഥ എന്നുള്ള രൂപത്തിലേക്ക് നീ ഒന്ന് പോയി കേട്ട് നോക്ക് എന്നുള്ള രൂപത്തിലാണ് എന്നെ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ശരിക്കും എൻ്റെ ലൈഫ് വേറെ ആണെന്ന് എനിക്ക് ഹോസ്റ്റലിൽ വന്നപ്പോൾ മനസ്സിലായി. നമ്മൾ ജീവിച്ചൊരു ജീവിതം വേറെ ആണ്, എല്ലാവർക്കും ഇങ്ങനൊരു ലോകമാണ്. ഓക്ക് വേണ്ടി തുടങ്ങിയ മാതിരി ഞാനായിരിക്കും ഡോപ്പയില് അത്രയും. ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് വളരെ തുടക്കത്തിൽ ഏകദേശം അറിയായിരുന്നു. നമുക്ക് ഒന്നുമില്ല, ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ആയിരുന്നു ആ കുട്ടിയുടെ സിറ്റുവേഷൻസിനൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു സങ്കടമോ കരച്ചിലോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. മറ്റു കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ വന്നിട്ട് ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പം ഒരു കുട്ടി ഞാൻ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷമാണ് 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചതെന്നും. നമ്മളെ വീട്ടിലങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാവില്ല. ഫുഡ് ഹോസ്റ്റലിൽ വന്ന് എല്ലാവരും എപ്പോഴും സ്നാക്സ് കഴിച്ച്, നമ്മളെ വീട്ടിൽ ചെറുപ്പം തൊട്ടപ്പോൾ അങ്ങനെ സ്നാക്സ് ഒന്നും അറിയില്ല. എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എക്സാം എഴുതുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒരു എൻട്രൻസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പല കുട്ടികളുടെയും പല കുടുംബങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലൊക്കെ പാർട്ടാവാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് മാറിയ, അല്ലെങ്കിൽ ഞാൻ അവരുടെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് മാറിയ ഒരു ഫാമിലിയാണ് റഹ്വ മറിയം ഫാമിലി. സോ അവരുടെ കഥ ശരിക്കും തുടങ്ങുന്നത് ഡോപ്പ തുടങ്ങുന്ന ആദ്യത്തെ വർഷം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ഉപ്പ സിദ്ധ കളരി മർമ്മ ചികിത്സ. അപ്പോൾ അങ്ങനെ രോഗികൾ വരും, അവർ മാറും, അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ചെറുപ്പത്തിലെ ഇഷ്ടമാണ് ഡോക്ടറാവാൻ. ഞാൻ 8th പഠിക്കുമ്പോഴാണ് നീറ്റ് എഴുതണം എന്നുള്ളതൊക്കെ അറിയുന്നത്. നമുക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ ഓറിയൻറ്റേഷൻ വരുമ്പോൾ ഡോക്ടറാവാൻ നീറ്റ് എഴുതണം, IAS ആവാൻ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പം അന്നേ ഡോക്ടറാവാൻ എനിക്ക് അത് ഓൾറെഡി ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ് റൻ എന്നെ പറഞ്ഞത് ഇങ്ങനെ ഡോക്ടേഴ്സിന് തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് മുന്നേ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ഫ്രണ്ട് റഹ്വ ഇവിടെ എത്തിയിട്ടുണ്ട്, ഓളൊന്നെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജോ തന്നെ ഉണ്ടാവും, നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും, നല്ല മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. റഹ്വ ഡോപ്പയിലേക്ക് എത്തുന്നത് ഷുവർ ഷോട്ട് 60 എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം വഴിയിട്ടാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ അറിയായിരുന്നു നമുക്കിങ്ങനെ വരുമ്പം പഠിക്കാൻ താല്പര്യവും അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെയുള്ള വർഷങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് പഠിച്ച ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ച കുട്ടികളെ എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലൊരു സ്കോളർഷിപ്പ് എക്സാം കൊടുത്തിട്ടാണ് റഹ്വ 10ാം ക്ലാസ്സിന് ശേഷം ഡോപ്പയുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തത്. ഓക്ക് വേണ്ടി തുടങ്ങിയ മാതിരി ഇടക്കിടക്ക് പറയും ഡോപ്പ. ഞാൻ 10ാം ക്ലാസ് ചെയ്യലും ഡോപ്പ തുടങ്ങലും. അപ്പോൾ എന്നിട്ട് ഡോപ്പയില് ഞാനായിരിക്കും ഡോപ്പയില് അത്രയും പൈസ കുറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ആ വർഷം കോവിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് 1-2 മാസം വൈകിട്ടായിരുന്നു ഇവളുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു 2-3 മാസം കൊണ്ട് തന്നെ റഹ്വ ആക്ച്വലി നല്ല രൂപത്തിലുള്ള ടാലൻറ്റ് ഷോക്കേസ് ചെയ്തിരുന്നു. ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ച് +1 ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർക്ക് എനർജി പവർ റൊട്ടേഷൻ വരെയുള്ള സമയത്തൊക്കെ നല്ല രൂപത്തിൽ ഫിസിക്സ് ഒക്കെ സോൾവ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ റഹ്വയ്ക്ക് മേ ബി സ്കൂളിലുള്ള തിരക്കുകളും സാധനങ്ങളൊക്കെ വരികയും ക്ലാസ് തുടങ്ങുകയൊക്കെ ചെയ്ത സമയത്ത് ഗ്രാജുവലി ബോർഡ് എക്സാം എന്നുള്ളൊരു ഫോക്കസിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ആ കുട്ടിയുടെ കമ്മിറ്റ്മെൻറ്റും ആ കുട്ടിയുടെ ടാലൻറ്റും പിന്നെ കുറച്ചൊക്കെ വളരെ ചെറിയ രൂപത്തിലായിരുന്നു അന്ന് അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫാമിലിക്കും ആ നാടിനും ഒക്കെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്നുള്ള രൂപത്തിൽ ഞാനാണ് ആ കുട്ടീനെ ശരിക്കും റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധിച്ചത്. ശരിക്കും അങ്ങനെ അധികം ആളുകളോടൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം എല്ലാവരും റിപ്പീറ്റ് ചെയ്യേണ്ട ആൾക്കാരല്ല. നമുക്ക് +2 കഴിഞ്ഞിട്ട് മറ്റൊരു കോഴ്സ് എടുത്ത് ജീവിതം മുന്നോട്ട് പോകുന്നതിന് കുറച്ചുകൂടി വാല്യൂ കിട്ടാറുണ്ട്. പക്ഷേ റഹ്വേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നി അവർ ഒരു ചെറിയൊരു ബ്രേക്ക് ആ ഒരു യാത്രയിൽ എടുക്കുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ഒരു സോഷ്യോ എക്കണോമിക് മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിനൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും തോന്നിയിട്ടാണ് അവരെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോപ്പ ഫസ്റ്റ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നല്ലോ ക്ലാസ്സൊക്കെ, അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരി, തുടക്കത്തിലെ ക്ലാസ്സസ് എല്ലാവർക്കും ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലായിരുന്നു അന്ന്. ഫിസിക്സ് ഒന്നും മനസ്സിലാവില്ല, വെറുതെ എക്സാം ഇങ്ങനെ എഴുതിയിടും. പക്ഷെ അന്നേനും മാർക്ക് അപ്പൊ ആഷിഖ് സാർ അന്നേ കണക്ട് ചെയ്യുന്നു വാട്സാപ്പില്. സാർ ഇങ്ങനെ മെസ്സേജ് അയക്കും, എക്സാം എഴുതിയില്ലെങ്കിൽ ചോദിക്കും എന്താ റഹ്വ എക്സാം എഴുതാത്തെ, കാണില്ലല്ലോ പേജിലൊന്നൊക്കെ ചോദിക്കും. അങ്ങനെ പിന്നെ എക്സാം എഴുതിയിടും, ജസ്റ്റ് എക്സാം എഴുതിയിടും. ഇനി എനിക്ക് സ്കൂളിലേക്ക് വേണ്ട ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് കണ്ട് ഫിസിക്സ് ഒക്കെ നോക്കും. അങ്ങനെ സ്കൂളിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്തപ്പം +1 +2 അതവിടെ ഡോപ്പ അങ്ങനെ പോയി. +2 കഴിഞ്ഞിട്ട് ക്രാഷിന് ആഷിഖ് സാർ വിളിച്ചു. അപ്പൊ ക്രാഷിനിപ്പം നമ്മള് ഫിനാൻഷ്യലി കുറച്ച് ഇതുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ കഴിയില്ല. സാർ പറഞ്ഞ ഒന്നുമില്ല, ഈ വന്ന്
എന്തായാലും ഒന്ന് എഴുതി വെക്ക് അറ്റൻഡ് ചെയ്യുന്നു പ്ലസ് ടുന്റെ കൂടെ. എനിക്ക് +1 +2 ബേസ് ഇല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് നോക്കി എക്സാമിന് വേണ്ടി പഠിച്ച. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഫോക്കസ് ഏരിയ. ജസ്റ്റ് ഒരു തരുന്ന ക്വസ്റ്റ്യന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ പഠിച്ച. അപ്പൊ ഞാൻ ആ ബേസ് റെഡിയാക്കാൻ ഇങ്ങനെ നോക്കി, ക്ലാസ് ഒക്കെ കണ്ട് ക്യാപ്സ്യൂളൊക്കെ ഫുൾ കണ്ട് എഴുതി നോട്ട് ചെയ്തിരുത്ത. അങ്ങനെ അപ്രാവശ്യം എഴുതി 250 മാർക്ക് ഓക്കെ പ്ലസ് ടുന്റെ കൂടെ. പിന്നെ ഇനിയിപ്പം എന്തായാലും ഒരു റിപ്പീറ്റ് ചെയ്യണം. ഞാൻ ഓൺലൈൻ ആവാ, എന്തായാലും ഞാൻ പഠിക്കും. പക്ഷെ ഓൺലൈൻ എനിക്ക് ഓക്കെ അല്ലാന്ന് എനിക്കറിയാം. കാരണം എന്റെ പഠിത്തത്തിന്റെ ഒരു ഞാൻ അങ്ങനെ പഠിച്ചതിനെ എന്നെ പഠിത്തം ഒക്കെ മാറ്റിയത് ഓൺലൈനായപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് സാറിനെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യണേ. ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് നോക്കാം. സാർ ഹൈബ്രിഡൊന്നും പറ്റൂല, നാളെ തന്നെ ഫറൂഖ് ഗേൾസിലേക്ക് പോയിക്കോ. ഞാൻ പറഞ്ഞ അല്ലാ ഹോസ്റ്റലൊന്നും എന്തായാലും നടക്കൂല, വീട്ടിലങ്ങനെ കയ്യില. സാറ് പറഞ്ഞ അതൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം, എന്തായാലും നാളെ തന്നെ പോയിക്കോ കാരണം നമ്മ സൈഡിൽ നിന്ന് കരിയുണ്ട്. അങ്ങനെ 2ാമത്തെ ദിവസം പോയി പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പഠിച്ചൊരു പഠിത്തത്തിൽ നിന്നും കുറച്ചും കൂടി മാറ്റം വരുത്താണ്ട്. അതെനിക്ക് മനസ്സിലാവാൻ കുറച്ച് ടൈം എടുത്ത്. ഒരു ഡിസംബറൊക്കെ ആയി. ഈ സാറുമാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാൻ വിചാരിക്കും പഠിക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യവരെന്താ പറയണേ, അങ്ങനെ വിചാരിക്കും. എന്തിനാ പഠിക്കാതെ ഇങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാം. മനസ്സിലായി. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയണ പോലെ മാക്സിമം നോക്കി. എന്തായാലും പോർഷൻസ് ഫുള്ള് കവറാക്കി. പിന്നെ എന്തോ കിട്ടും എന്തൊക്കെ സംഭവം അതിന്റെ തിയറി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ള ഭാഗത്തേക്ക് ഇനിയും ഫസ്റ്റ് റിപ്പീറ്റിംഗിൽ എത്തിയിട്ടില്ല എന്നല്ലേ അല്ലേ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൺലൈൻ പറഞ്ഞത് ആക്ച്വലി വീട്ടിലെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് ഓൺലൈൻ പറഞ്ഞതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് റെസിഡൻഷ്യൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത്. ആക്ച്വലി നമ്മളിപ്പോൾ ഓൺലൈനിലാണെങ്കിലും റെസിഡൻഷ്യലാണെങ്കിലും ഒരേ ഫാക്കൽറ്റി ഒരേ ക്ലാസ്സുകളാണ് എടുക്കുന്നതെങ്കിൽ കൂടി ഓഫ്ലൈനിൽ നമ്മുടെയൊക്കെ കുറച്ചും കൂടി ഡയറക്റ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഒരു കുട്ടി ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ ഓഫ്ലൈനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഒരു കാരണവശാലും ഓഫ്ലൈൻ പറ്റില്ല എന്നുള്ളൊരു കുട്ടിക്ക് മാത്രമാണ് നമ്മൾ ഓക്കെ എന്നാൽ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യൂ എന്ന് പറയാറുള്ളത്. അപ്പോൾ റഹ്വൻ്റെ അടുത്ത് ഇനീഷ്യലി ഓൺലൈൻ പറഞ്ഞപ്പം ഐ ഫെൽ ലൈക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ അങ്ങനെ നോക്കണ്ട റഹ്വ, നീ എന്തായാലും ഓഫ്ലൈനിൽ തന്നെ ഇരിക്കുന്നുള്ളത്. അതാ കുട്ടി 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതും. പിന്നെ ആ ഒരു വർഷം ഓഫ്ലൈനിലിരുന്ന് അവൾ എത്രത്തോളം വർക്ക് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓരോ ക്യാമ്പസ് വിസിറ്റിലും നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് വേറെ ഒന്നിലും ഫോക്കസ്ഡ് അല്ലാത്ത, ഈവൻ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും 2 ഫിസിക്സിൻ്റെ MCQ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വല്ലാത്ത രൂപത്തിൽ വേറൊരു തരത്തിലുള്ള കംപ്ലൈനിങ്ങോ കാര്യങ്ങളോ സാധനങ്ങളൊന്നും ഇല്ലാതെ പുസ്തകത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി ഓഫ്ലൈനിൽ ഇരിക്കുന്നത് കണ്ട് പഠിക്കാൻ തന്നെ, അല്ലെങ്കിൽ അവരങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കാണാൻ തന്നെ നമ്മളൊരു കോച്ച് എന്നുള്ള രൂപത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സൈനായിരുന്നു. അപ്പോൾ മാർക്ക് 470 സംതിങ്. അപ്പോഴും ഇതുപോലെ എന്തിനിപ്പോ റിപ്പീറ്റ് ചെയ്യണോ, എനിക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വേണ്ട. കാരണം ഫാമിലിയിലൊരു എൻ്റെ ആൻറ്റീൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തി അവരിങ്ങനെ കുറേ എഴുതിയിട്ട് അപ്പോൾ ഇവർക്കൊന്നും ഇന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള എന്നെ വിടൂലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം ഞാൻ എന്തോ ഒന്നും കൂടി ചെയ്താൽ എനിക്ക് കിട്ടും. എവിടോ എനിക്കറിയാലോ ഞാൻ എങ്ങനെ പഠിക്കുമെന്ന്, എനിക്ക് എന്തൊക്കെ ചെയ്താൽ എനിക്ക് കിട്ടും എനിക്കറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടും ഒന്നും കൂടി നോക്കിയാൽ. അങ്ങനെ പിന്നെ കുറെ പറഞ്ഞ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യും. പറഞ്ഞു ഓക്കെ ഓളത് എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അങ്ങനെ സ്കോളർഷിപ്പ് എക്സാം എഴുതി. അന്ന് അവിടെ കോട്ടക്കൽ ഒരു എക്സാം ഉണ്ട്, അവിടെ വന്ന് എഴുതി. എത്ര പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കിട്ടി, ഫീസൊക്കെ റിഡക്ഷൻ. അങ്ങനെ പിന്നെ ആഷിഖ് സാർ തന്നെ എന്നോടൊന്ന് കാണാനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഷിഖ് സാറാണ്. ആരെങ്കിലും ആഷിഖ് സാർ എന്തൊക്കെ പറയുമ്പോൾ ആഷിഖ് സാറെ പറയണ്ടോ ഓള സാറാണ്. പിന്നെ റിപ്പീറ്റ് വന്ന് അത് പിന്നെ എൻ്റെ മാക്സിമം ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അന്ന് പ്രാക്ടീസ് ചെയ്ത് ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷത്തെ പറയുകയാണെങ്കിൽ ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അവൾ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ റിസൾട്ട് ആവുന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദാറ്റ് വാസ് ഭയങ്കര അൺഫോർച്ചുനേറ്റ് എന്ന് പറയുന്നത് പോലെയായിരുന്നു. എനിക്ക് നല്ല വർക്ക് ചെയ്ത കുട്ടിയാണ്, നല്ലോണം പഠിച്ചിട്ടുണ്ട്, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടിയാണ്. ആ ഒരു എക്സാമിൻ്റെ സമയത്ത് നടന്ന എന്തെല്ലോ നിർഭാഗ്യം കൊണ്ടൊക്കെ അത്തവണത്തെ മാർക്ക് എനിക്ക് തോന്നുന്നു ഒരു 550 ആ റേഞ്ചിലേക്കൊക്കെ കുടുങ്ങിപ്പോയപ്പോൾ അറിയില്ല എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. റീസൺ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എക്സാം എഴുതുമ്പം കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് നല്ലോണം ശ്രദ്ധിച്ചതിന് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ എക്സാം ടൈം എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് അതിലാണ് എനിക്ക് കുഴപ്പമെന്ന് എനിക്ക് തോന്നി. കുട്ടി റെഡി ആയിരുന്നു മറ്റു കോഴ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിർബന്ധിച്ച ആൾ ഞാനാണ്. ഞാൻ പറഞ്ഞു ഒരു വട്ടം കൂടി എന്തായാലും ഇരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പം അന്ന് തന്നെ അവളുടെ മുഖത്തൊരു നിസ്സഹായത, ഒരു ഹെൽപ്ലെസ്നെസ് ഒക്കെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ 1 വർഷമായി, ഇനി 1 വർഷം കൂടി ഞാൻ ഇരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാവുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറയുന്ന പോലത്തെ ഒരു സാധനമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു.
സ്റ്റിൽ ഒരു വട്ടം കൂടി ഇരിക്കുക എന്നുള്ള കാര്യം നിർബന്ധിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ നോക്കിയെന്ന് വെച്ചാൽ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ അഡ്മിഷൻ എന്നുള്ളത്. സാധാരണഗതിയിൽ ഈ ആളുകളൊക്കെ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ ഒരാളുടെ ഒരു വർക്കിംഗ് എബിലിറ്റിയും ഇനി ആ അതേ എബിലിറ്റിയിൽ തന്നെ തുടർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും പിന്നെ കുറച്ചും കൂടിയൊക്കെ ഒരു മെൻ്റൽ മെച്യൂരിറ്റി അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ റിപ്പീറ്റ് എന്നൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കുട്ടീനെയും ഈ കുട്ടിയുടെ ഫാമിലിനെയൊക്കെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് കുട്ടിക്ക് സെപ്പറേറ്റ് ഒരു ഇൻ്റർവ്യൂ പോലും എടുക്കാതെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ റിപ്പീറ്റ് ചെയ്യണം, ഒരു വട്ടം കൂടി ഇരിക്കണം എന്നുള്ള രൂപത്തിലേക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ പിന്നെ അവൾ വന്നു അതേപോലെ തന്നെ. അതാണ് എനിക്ക് തോന്നുന്നു എയിംസ് ബാച്ചിലായിരുന്നു ഇരുന്നത്, കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. 3 കൊല്ലം റിപ്പീറ്റ് ചെയ്തതിൽ അംഗീകാരമായിട്ടാണ് എടുക്കുന്നത്. ഒരു എങ്ങനെ ഇതിനെ നോക്കിക്കാണേ 3 years നീ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യത്തിൽ കഷ്ടപ്പെട്ടപ്പം എനിക്കിപ്പം ഞാൻ വലിയ എന്തോ ചെയ്ത പോലെ ഉണ്ട്, എന്തോ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നീ എന്തെങ്ങനെ കാണുന്നത്, നോക്കി കാണുന്നത് എങ്ങനെയാ, ഒരു അംഗീകാരമായിട്ടാണോ? ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി എനിക്ക് തിരുത്താൻ പറ്റി. അപ്പം അതിന് 3 കൊല്ലം വേണ്ടി വന്നു. ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് വളരെ തുടക്കത്തിൽ ഏകദേശം അറിയായിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ കോവിഡ് വന്നതും ഇവളുടെ ഫാദറിൻ്റെ ചികിത്സ, കുറച്ച് കാര്യങ്ങൾ പാരമ്പര്യ ചികിത്സയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അത് എനിക്ക് ആക്ച്വലി റഹ്വ പറഞ്ഞിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇവളുടെ ഫാദറിനെ ഞാൻ ഒരിക്കലും പോലും മീറ്റ് ചെയ്തിട്ടില്ല. അഥവാ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉമ്മയാണ് ഇവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫാദർ ജോലി ഇതാണ് എന്നുള്ള കാര്യവും ജോലി മോശമായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം അവൾ നടന്ന ഇൻ്റർവ്യൂസിലാണ് ജോലി വളരെ മോശമായതും വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ ബാഡായതൊക്കെ അറിഞ്ഞു. ഉപ്പാൻ്റെ ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, മർമ്മ ചികിത്സ, സിദ്ധ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. അതിൻ്റെ ഡിഫിക്കൽട്ടീസ് കോവിഡ് ആയപ്പോൾ സമയത്ത് അവിടെ പേഷ്യൻസ് ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏണിങ്സ് ഒക്കെ ആ സമയത്ത് എങ്ങനെയാണ് മീറ്റ് ചെയ്തിരുന്നത്? ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ 3 പിള്ളേരെ പഠിപ്പിക്കാനുണ്ട്, എങ്ങനെയാണ് ഏണിങ്സ് ഒക്കെ മീറ്റ് ചെയ്തിരുന്നത്? ഇപ്പൊക്കെ സേവിങ്സ് ഉണ്ടാവും. ഇപ്പൊ അറിയും എനിക്ക് ഇത്ര കിട്ടാൻ ഇത്ര ചെലവാക്കുള്ളൂ. അങ്ങനെ വീട്ടിലെ ചെലവിനും ഉണ്ട് കുറെ ലിമിറ്റേഷൻസ്. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാതെ ചെലവില്ല ഒക്കെ. ശരിക്കും എന്റെ ലൈഫ് വേറെ ആണെന്ന് എനിക്ക് ഹോസ്റ്റലിൽ വന്നപ്പോൾ മനസ്സിലായി. നമ്മൾ ജീവിച്ചൊരു ജീവിതം വേറാണ്, എല്ലാവർക്കും ഇങ്ങനൊരു ലോകമാണെന്നൊക്കെ, ഇങ്ങനൊരു വേൾഡിൽ വേറെ ജീവിച്ചില്ല എന്നുള്ളത് ഹോസ്റ്റലിന്റെ ബാക്കിയുള്ള കുട്ടികളെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോ ഈ ഒരു മൊമെന്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആയിരുന്നു ആ കുട്ടിയുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, കുറച്ചൊരു ഞെട്ടലോ ഒരു സങ്കടമോ കരച്ചിലോ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ മക്കൾ കടന്നു വന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം. പക്ഷെ ഒരിക്കലും കുട്ടിയുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നത് കൊണ്ടല്ല ആ കുട്ടിക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് കൊടുത്തത്. പകരം ആ കുട്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക്, അതിനകത്ത് അവർ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അവർക്കുണ്ടായിരുന്ന മാർക്ക്, മേ ബി അങ്ങനെയൊക്കെ അത് വെച്ചിട്ട് നമ്മൾ ഗസ് ചെയ്ത് വരുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കുട്ടിക്ക് റിസൾട്ട് പ്രോബബിൾ ആണ് എന്നുള്ള ഒരു രൂപത്തിലാണ് ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുത്തത്. അല്ലാതെ നമ്മൾ പറയില്ലേ ഫിനാൻഷ്യലി പുവർ ആണെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ളതല്ല, തിരിച്ച് കഴിവുണ്ടെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാന്നുള്ള രൂപത്തിലായിരുന്നു. ആൻഡ് ഷീ ഓൾസോ ഹാഡ് ദ മെറിറ്റ് ത്രൂ ദീസ് ഡിഫിക്കൽട്ടീസ്. എല്ലാത്തിൻ്റെ കൂടെയും അവർക്ക് അതിൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം. അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്കോളർഷിപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനും മുന്നോട്ട് വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്താ, ഡോക്ടറായിട്ട് ഇനിയിപ്പോൾ ഡോക്ടറായിട്ട് എൻ്റെ ഫാമിലിയെ നോക്കണം ഒന്നാമത്തെ, പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിലേക്കൊന്നും അങ്ങനെ ആലോചിച്ചിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ, ഒരു ഹെൽപ്പ് കിട്ടിയാൽ രക്ഷപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനത്തെവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ള അതേപോലെ എല്ലാവരും ചെയ്യാൻ സാറിൻ്റെ അടുത്തൊക്കെ അല്ലേ നോക്ക്. അപ്പൊ നമുക്ക് നീറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ നമ്മള് സ്വപ്നത്തിലോ ഉള്ളായിരുന്നു. പക്ഷെ സാറിന്റെ അതുകൊണ്ടാണല്ലോ ഓളിപ്പോ ഇതുവരെ എത്തിയത്. അപ്പൊ അതുപോലെ അവർക്ക് ചെയ്യണമെന്ന് പാവപ്പെട്ട ആളുകളൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോ ലിമിറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ ഇപ്പൊ നമുക്കൊന്നും പറ്റില്ല. നമ്മൾ ജീവിച്ചു പോണ ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നമുക്ക് ഒന്നും കഴിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണ്ടിയും സമ്പാദിക്കണം, ബാക്കിയുള്ളവരെ നോക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത്. ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ബേസിക്കലി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളടക്കമുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മീനിങ്, അതിൻ്റെ അർത്ഥം കുറച്ചും കൂടി മനസ്സിലാവുക. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടാവാൻ വേണ്ടി പറ്റാന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന കുറച്ചൊരു പ്രഷറായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നീറ്റ് പ്രിപ്പറേഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ എത്രത്തോളം ഹാർഡാണ് ശരിക്കും നീറ്റ് പ്രിപ്പറേഷൻ? പണിയെടുക്കണം, കുറേ പണിയുണ്ട്. നമ്മൾ 2 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട സാധനം നമ്മൾ 1 കൊല്ലം കൊണ്ട് പഠിക്കാൻ, അതും ഓരോ ചാപ്റ്ററും ഉള്ളിനുള്ളിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കാനുള്ളൂ.
ഒന്നുമില്ല, നമ്മൾ ഇരിക്കണം, ടൈം വേറെ ഒന്നിനും കൊടുക്കാതെ, വേറെ ഡിസ്ട്രാക്ഷൻസിനൊന്നും കൊടുക്കാതെ, അങ്ങനെ നമ്മളോട് നമുക്ക് തന്നെ ഒരു വാല്യൂ ഉണ്ടാവല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്തില്ലെങ്കിൽ പറ്റും, നമ്മളെ മുന്നിൽ തന്നെ നമ്മളൊന്ന് ചെറുതാവാൻ അങ്ങനെ പാടില്ല, പറ്റണം. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം 3 കൊല്ലം എടുത്തിട്ടാണെങ്കിലും ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തിരിക്കണമെന്ന് എനിക്ക് തോന്നണത് അത്ര ഞാൻ ചെയ്തുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും വേറുള്ളവരെ എല്ലാം ഒഴിവാക്കി നമ്മളിതിലേക്ക് പണി തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ നമ്മളത് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അറിയാന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികൾക്കും കുറച്ച് അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ റഹ്വ പറയുന്നത് പോലെ നമ്മുടെ സെൽഫിനോടുള്ളൊരു മെൻ്റൽ ഫൈറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ പലപ്പോഴും ചില സമയത്ത് അത് നമുക്ക് പേടിയായിട്ടാണ് തോന്നുന്നത്, ഇതെനിക്ക് കിട്ടുമോ എന്നുള്ളതായിരിക്കും. ചില സമയത്ത് അതൊരു സെൽഫ് ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോടുള്ള ഒരു അങ്ങനത്തെ ഒരു റിയാക്ഷൻ. ആക്ച്വലി ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൂടെ ഞാൻ പോകുന്നുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ ഈ പേടി, സെൽഫ് ഡൗട്ട്, നമ്മളുടെ അങ്ങനത്തെ ഒരുപാട് ഫൈറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റ് ക്രാക്ക് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇത് സാധനം ഫേസ് ചെയ്യാറുണ്ട്. ഞാൻ 2013 നീറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പേടികൾ ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ചിലവഴിക്കുന്ന പൈസ, അവരുടെ സ്വപ്നങ്ങൾ, നാട്ടുകാരുടെ അടുത്ത് ഞാൻ എന്ത് പറയും, എൻ്റെ സ്വപ്നങ്ങൾ നിറവേറുമോ, ഈ ഹാർഡ് വർക്കൊക്കെ വെറുതെ ആയി പോവോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഗ്രാജുവലി ആണെങ്കിൽ നമ്മളൊരു ഉത്തരം കണ്ടെത്തി ഒരു ഉത്തരം പറയാൻ വേണ്ടി നമ്മളോട് തന്നെ ഒരു ഉത്തരം പറയാൻ വേണ്ടി പറ്റുന്ന മൊമെന്റിൽ മാത്രമാണ് റിസൾട്ട് വരിക എന്നുള്ളതാണ്. ഐ തിങ്ക് റഹ്വ ഫൗണ്ട് ദ ആൻസർ ദിസ് ഇയർ. ഏറ്റവും മെയിൻ നമ്മളെ മൈൻഡിനോട് നമ്മൾ ചെയ്യണ ഫൈറ്റ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ. പല സമയത്ത് ഭയങ്കര സെൽഫ് ഡൗട്ട്. ഓരോ മിനിറ്റും പഠിക്കാതിരിക്കണ ഓരോ മിനിറ്റും ഓരോ കാര്യങ്ങൾ നമ്മളും മൈൻഡിനോട് അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും. ഒരു നീറ്റ് കുട്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് അത് തന്നെ തോന്നുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ, വെരി ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് മിടുക്കിയാണ്, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ദിസ് ഇയർ അതിനുള്ളൊരു ഉത്തരം കൂടി കിട്ടുമ്പോഴാണ് നീറ്റിലൊരു ഗവൺമെൻറ് MBBS സീറ്റ് എന്നുള്ള രൂപത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. ഫോർ എവറി നീറ്റ് ആസ്പിരൻസ്, അല്ലെങ്കിൽ എവറി ബിഗ് ആസ്പിരൻസ്, എന്തെങ്കിലും വലുത് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കും ഇതേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സീക്രട്ട് ആയിട്ട് വരുന്നത്. പല കുട്ടികളും ഡ്രീമൊക്കെ പറയുമ്പോഴേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, സാർ എനിക്ക് ഒരു വലിയ സാലറി ഉള്ള ജോബ് വേണം എന്നൊക്കെയുള്ള രൂപത്തിൽ പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷെ അത് ചെറുതിലേ പറയൂ, അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ പറയൂ, പൈസക്കാരാണെങ്കിലും പാവങ്ങളെ ഒന്ന് ജീവിക്കാൻ പറ്റാ, അത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കും. എന്ത് കാണുമ്പോഴും പറയും, അത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കും. അതാണ് സ്വപ്നം, നമുക്കൊരു ചെറിയ വീടും. ഈ ഡ്രീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടച്ചിങ് ആയിട്ടുള്ള വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു വീട് വെക്കണം എന്നുള്ളൊരു ഡ്രീം, അതൊരു നോട്ട് മെനി ഹാവ് ദാറ്റ് ഡ്രീം. കാരണം അത് വലിയ വീട് വെക്കണം എന്നല്ല, അതൊരു ചെറിയ വീടാണെങ്കിലും വെക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് കുട്ടി ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഡോപ്പയിലെത്തി ക്യാമ്പസിലുള്ള മറ്റു കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് സ്വന്തം ജീവിതം വളരെ വ്യത്യസ്തമാണ് എന്ന് തോന്നിയത് എന്ന് പറയുമ്പോഴും, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം നയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു കൺസിഡറേഷനുള്ള ആൾ തന്നെ നല്ലൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാവും, നല്ലൊരു ഡോക്ടറാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഉറപ്പാണ്. അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ എന്നോട് പറഞ്ഞത്, സാർമാർക്ക് ആഷിഖ് സാറിനും നിയാസ് സാറിനൊക്കെ എനിക്ക് ഫ്രീ ആയി തന്നതിൻ്റെ കൊടുക്കണം. അതാണ് അവള് പറഞ്ഞത്. മോർ ദാൻ സ്വന്തമായി റാങ്ക് എത്തുന്നതിനേക്കാളും അവർക്ക് കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്, ആഷിഖ് സാറിന് എന്തായാലും എനിക്ക് പോസിറ്റീവായത് കൊടുക്കണം, അത്ര എനിക്ക് ഇത്രയും ഇത് ചെയ്തന്നല്ലേ. നമുക്ക് കേൾക്കുമ്പോൾ വളരെ ചെറുതാന്ന് തോന്നുകയാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ഡ്രീമിനേക്കാളൊക്കെ വളരെ വലിയ വലിയ ഡ്രീമായിട്ടാണ് തോന്നുന്നുണ്ടാവുക. നമ്മൾ പഠിപ്പിച്ചു വിട്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പറയാനുള്ളൊരു മനസ്സിനാണെങ്കിൽ എടുത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത്രയധികം സന്തോഷമുണ്ട്. ആ ഡ്രീമിലേക്കൊക്കെ എത്തിപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയും അതിന് വേണ്ടിയിട്ട് എന്ത് പിന്തുണയാണോ ചെയ്യാൻ വേണ്ടി പറ്റുക ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു വാക്കൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നുന്നുണ്ടാവുക ഡ്രീമിലേക്ക്. ഇനി അടുത്ത കൊല്ലങ്ങളിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാം, അത് കഴിഞ്ഞിട്ട് PG ആയിട്ടാണ് വീട്ടിലേക്ക് വരാം. എന്തായാലും വരണുണ്ട് ഒരു ദിവസം. എന്തായാലും ഒരു ദിവസം വരാം. നിങ്ങൾ വീട് ബേപ്പൂർ അവിടെ അല്ലേ? റഹ്വ പറഞ്ഞ പോലെ റഹ്വേൻ്റെ വീട്ടിലൊന്ന് പോകണം. അവിടെ ഇരുന്നിട്ട് അവിടെ ഉള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിലും വലിയ സൗകര്യങ്ങളുള്ള അങ്ങനെ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആളുകളൊന്നും അല്ല എന്നുള്ളതാണ്. അവളുടെ വീട്ടിലുള്ള സൗകര്യങ്ങളിൽ വന്നിരുന്നിട്ട് അവിടെ നിന്ന് ഒരു ദിവസം ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ടാവും. അവളുടെ ഉപ്പ ഒരു പാരമ്പര്യ വൈദ്യം എന്നുള്ള രൂപത്തിൽ ആളുകളെ ചികിത്സിക്കുന്ന ആളാണ്. മേ ബി നമുക്കിങ്ങനെ പറയാൻ വേണ്ടി പറ്റും, സർട്ടിഫൈഡ് അല്ലാത്ത ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവൾ തന്നെ പറയുന്നുണ്ട്. ഉപ്പാൻ്റെ അടുത്തൊന്നും ഉപ്പ കഥ പറയാറുണ്ട്, നടക്കാത്ത ആളുകളൊക്കെ നമ്മൾ ചികിത്സിച്ചിട്ട് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
ഇപ്പൊ പണ്ടത്തെ കഥയൊക്കെ പറയും ഇങ്ങനെ നല്ല സീരിയസ് ആയ ആളിനെയും ആളിപ്പോ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ നമുക്കെന്തോ ചെയ്യാണ്ടാവുമല്ലോ നമ്മളെ ഈ ലൈഫ്. ഇപ്പോൾ ഉള്ള ജോബ് വെച്ച് പറ്റുന്ന കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ച് തന്നെ ലിമിറ്റേഷൻസിൽ ചിലപ്പം ട്രീറ്റ്മെന്റിന് ഇതേമാതിരി സിദ്ധ ട്രീറ്റ്മെന്റിന് ലിമിറ്റഡ് ആയിട്ടുള്ള പരിക്ക് പോലത്തെ കാര്യങ്ങളാണ് എന്താണ് അല്ലേ, കുഴിച്ചില് കാല് ഈ ജോയിന്റ് ഒക്കെ ഉളുക്കി പോകുന്നത് പോലത്തെ കാര്യങ്ങളൊക്കെ ആണ് ചിലപ്പോൾ ഓൾവേസ് അങ്ങനെ വലിയ വലിയ കേസൊക്കെ എടുക്കും, തളർന്നു പോയ പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെയും ഇതായി പോണ അതൊക്കെ ചെയ്ത് റെഡിയാക്കും. അതുപോലത്തെ ചികിത്സകൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകളുടെ ജീവിതത്തിൽ മാജിക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളതാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ആവുക. ഡെഫിനറ്റായിട്ടും കീപ് ഫൈറ്റിംഗ് ടു യുവർ ലൈഫ്. അങ്ങനെ തന്നെ വരാം. നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യുക. ഉള്ളിൽ തോന്നുന്ന ഓരോ സെൽഫ് ഡൗട്ടുകളോടും ഓരോ സിറ്റുവേഷനോടും ഫൈറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ്. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. നേരത്തെ നിങ്ങൾ ഡ്രീമിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആവാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ ഡോക്ടർ റഹ്വയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ പലതരം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ ഓർത്ത് വെക്കാൻ ഒരു മോഡലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ട് മാത്രം റഹ്വേനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം കൂടി പറയാണ്. നമുക്ക് പിന്നീട് ഒരിക്കലും നേരിട്ട് കാണാം.